ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ലിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പേടിഎമ്മിലൂടെ എങ്ങനെയാണ് പണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് പേടിഎമ്മിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്, ബാങ്കിൽ നിന്നും എങ്ങനെ പണം പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു തന്നിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പണം നമുക്ക് പേടിഎമ്മിൽ നിന്നും ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുടെ മൊബൈലിലേക്കോ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയാണെങ്കിൽ നമ്മൾ സാധാരണ പണം കൊടുക്കുന്നതിന് പകരം കാശ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. അതായത് പേടിഎം അക്സെപ്റ്റ് ചെയ്യുന്ന കടകളിൽ നമുക്ക് പേടിഎമ്മിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇവിടെ ഞാൻ പേടിഎം ഓപ്പൺ ആക്കി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പേ ഓർ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഓൺ ആകുന്നത്. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തും പണം സെൻഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിലേക്കാണ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കടയിൽ നിന്നും സാധനം വാങ്ങി അതിനുശേഷം കടക്കാരൻ അയാളുടെ മൊബൈൽ നമ്പർ തന്ന് ആ നമ്പറിലേക്ക് പണം അയക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. അതല്ല നിങ്ങൾക്ക് കോൺടാക്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പർ എടുക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുത്തു, അതിനുശേഷം എമൗണ്ട് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് സെൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നോക്കുക, ഈ മൊബൈൽ നമ്പറിലേക്ക് 10 രൂപ ട്രാൻസാക്ഷൻ നടന്നു. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ എഴുതി വന്നു. 10 രൂപ ഇപ്പോൾ എന്റെ ആ മൊബൈൽ നമ്പറിലേക്ക് പോയിട്ടുണ്ട്. ഗോ ടു ഹോം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഹോം പേജിൽ എത്താൻ സാധിക്കും. ഇനി നമുക്ക് പാസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. 20 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ മൊബൈൽ നമ്പറിലേക്ക് പേടിഎം ക്യാഷ് സെൻഡ് 10 രൂപ ഇവിടെ സെൻഡ് ചെയ്തു. 20 നിന്നും 10 ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പണം മൊബൈലിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പേടിഎം അക്സെപ്റ്റ് ചെയ്യുന്ന കടകളിൽ നിങ്ങൾക്ക് പേടിഎമ്മിൽ നിന്നും പണം ഇങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് മൊബൈൽ പ്രീപെയ്ഡ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി, DTH എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പോസ്റ്റ് പെയ്ഡ് സിം ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ പോസ്റ്റ് പെയ്ഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതിനുശേഷം ഏത് ഓപ്പറേറ്റർ ആണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം എമൗണ്ട് സെലക്ട് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നെറ്റ്വർക്ക് സെലക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഏത് നെറ്റ്വർക്കിലേക്കാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം എത്രയാണ് എമൗണ്ട് എന്ന് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. പേടിഎം വാലറ്റിൽ 10 രൂപ ചാർജ് ചെയ്യാനായിട്ടുണ്ട്. അതാണ് ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേടിഎം വാലറ്റിൽ പണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിൽ നിന്നും മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പണം വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനോ അല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാനോ നെറ്റ് പാക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് കടകളിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. ഇതിനിടയ്ക്ക് കൂപ്പൺ കോഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഞാനിവിടെ ഇത് ഫാസ്റ്റ് ഫോർവേഡ് എന്നുള്ളത് ടിക്ക് ചെയ്തു. പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേടിഎമ്മിൽ നിന്നും പണം മൊബൈലിലേക്ക് റീചാർജ് ആകുന്നതാണ്. ഓക്കെ, ഞാൻ അതിവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ സെലക്ട് ചെയ്യണമെങ്കിൽ ബ്രൗസ് പ്ലാൻ എന്നുള്ള ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് BSNL ആണ് നിങ്ങൾ നെറ്റ്വർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSNLന്റെ പ്ലാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണ്, വളരെ സ്ലോ ആണ്. ജിയോ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാനിത് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു വന്നേ ഉള്ളൂ. ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിന് ശേഷം ഇനി മറ്റ് ചില കാര്യങ്ങളൂടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഞാനിവിടെ ആഡ് മണി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പെർ മന്ത് വാലറ്റ് യൂസേജ് 20,000 ആണ്. നിങ്ങൾക്കിത് 20,000 മുകളിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് യൂസർ ലിമിറ്റ്, അതായത് നിങ്ങളുടെ VIP കസ്റ്റമർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 20,000 മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനായിട്ടുള്ള പ്രോസസിംഗ് ഇങ്ങനെയാണ്. നിങ്ങൾ ഇവിടെ ഒന്നും റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് വിസിറ്റ് ഫ്രം അവർ ഏജന്റ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബുക്ക് അപ്പോയിന്റ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അവരുടെ വിസിറ്റ് നിങ്ങൾ ഇവിടെ ഒന്നും ഇത് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ പേടിഎമ്മിന്റെ സൈഡിൽ നിന്നും ഒരാൾ വരും. അവര് നിങ്ങളുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒറിജിനൽ ആണോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം വാലറ്റ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ ചെയ്തു തരും. ഞാനിവിടെ എന്റെ അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം വാലറ്റിൽ 20,000 എന്നുള്ളത് കൂട്ടാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതിൽ ഞാൻ പേടിഎമ്മിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പണം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, എങ്ങനെ പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യാം, എങ്ങനെ റിസീവ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി പേടിഎമ്മിനെ കുറിച്ചുള്ള വീഡിയോകളൊന്നും വരത്തില്ല.
ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.